സിജോ സാർ നമസ്കാരം. നമസ്കാരം. ബലൂചിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാനിലെ സൊറാബ് നഗരത്തിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൊറാബ് നഗരം 40,000 പോപ്പുലേഷൻ പാകിസ്ഥാനികളുള്ള ഒരു നഗരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൊറാബ് നഗരത്തിൽ അവർ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു. അവിടുത്തെ പാകിസ്ഥാന്റെ ഉദ്യോഗസ്ഥരെയും എല്ലാം അവർ തടവിലാക്കി കഴിഞ്ഞു. പാക് ആർമി നിസ്സഹായരാണ്. ടു ബി ഫ്രാങ്ക്, അവർ പറഞ്ഞു ഞങ്ങളെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് അവര് ലിറ്ററലി തിരിഞ്ഞോടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഇവർക്ക് പാകിസ്ഥാൻ ആർമിയെ ഈ സൊറാബ് നഗരത്തിന്റെ അതിർത്തികളിൽ നിന്ന് പിടിച്ച് പുറത്താക്കേണ്ട ആവശ്യം വന്നില്ല, അവർ ഓടുകയാണ് ചെയ്തത്. അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ ബലൂചിസ്ഥാൻ അവിടെ നടത്തുന്നു. അപ്പൊ എന്റെ ചോദ്യം, ഈ ബലൂചിസ്ഥാൻ സ്വതന്ത്രമായെന്നും പറയുന്നു. ബലൂചിസ്ഥാൻ ഇപ്പോൾ കൂടുതൽ പാക് നഗരങ്ങളിലേക്ക് അവർ മുന്നേറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ബലൂചിസ്ഥാൻ ഇന്ത്യയോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് അടിച്ചോ, ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ക്ലീൻ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ അതിന് റെസ്പോൺസ് ഒന്നും ചെയ്തില്ല. ഇന്ത്യ ബലൂചിസ്ഥാനിൽ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ത്യ പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. അതേസമയം ഇപ്പുറത്തെ ബലൂചിസ്ഥാൻ അവർ പറഞ്ഞ കാര്യം അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അവർ ഓരോ ഭാഗത്തുനിന്ന് ഓരോ നഗരങ്ങളായിട്ട് ക്ലീൻ ആക്കി കൊണ്ടുവരികയാണ്. സൊറാബ് നഗരം പിടിച്ചു, ക്വറ്റയാണ് അവരുടെ തലസ്ഥാനം. ബലൂചിസ്ഥാൻ ഞങ്ങൾ സ്വതന്ത്രമായെന്ന് പ്രഖ്യാപിച്ചു. ഇപ്പുറത്തെ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടുമില്ല. അപ്പോൾ എന്താണ് ഇതിന്റെ അന്തർധാരയിൽ നടക്കുന്നത്? ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യ ഒരിക്കലും ബലൂചിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്നിരുന്നാലും ബലൂചിസ്ഥാൻ അവർ പറഞ്ഞ കാര്യം അവിടെ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നും പറയുന്നു. അപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ അവസാനം എന്തായിരിക്കും എന്നുള്ളത് ഒന്നറിഞ്ഞാൽ, എന്തായിരിക്കും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്? ബലൂചിസ്ഥാൻ അവര് എന്താ പറയാ, സ്വാതന്ത്ര്യ സമരം അവരുടെ വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ? അതിനകത്ത് ഓപ്പറേഷൻ സിന്ദൂറിന് എന്തെങ്കിലും പങ്കുണ്ടോ? ഇന്ത്യ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. ഇത് വളരെ ക്ലിയർ ആണ്. ധനുഷ് ചോദിച്ചാൽ തന്നെ ഇതിന്റെ എല്ലാ ഉത്തരവും കിടപ്പുണ്ടെന്നുള്ളതാണ് അതിലെ രസം. അതായത് അങ്ങനെ പറയരുത്. ഈ ബലൂചിസ്ഥാനിൽ ഓരോ നഗരങ്ങളായിട്ട് അവർ കീഴ്പ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് അവർ ഓരോ നഗരങ്ങളായിട്ട് കീഴ്പ്പെടുത്തുന്നത്? ബലൂചിസ്ഥാനും അല്ലെങ്കിൽ ബാക്കി പാകിസ്ഥാന്റെ ഏരിയയിൽ ഉണ്ടായിരുന്ന സർവ്വ ആർമി ഇന്ത്യൻ ബോർഡറിലോട്ട് അവര് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തോട്ട് മാറ്റി. അതുകൊണ്ട് തന്നെ ബലൂച്ച് മേഖലകളിലും ബാക്കി സിന്ധു മേഖലകളിലും അല്ലെങ്കിൽ അതിർത്തിയിലോട്ടുണ്ട് അതിന്റെ ഇൻസൈഡ് പാകിസ്ഥാൻ അല്ല ഇറാൻ ബോർഡറിലോ അഫ്ഗാൻ ബോർഡറിലോ ഉണ്ടായിരുന്ന പാക് പട്ടാളക്കാര് ഒരു 80% ഇപ്പുറത്തെ ഇന്ത്യൻ ബോർഡറിലോട്ട് എത്തി. പിന്നെ പാകിസ്ഥാന്റെ പട്ടാളത്തിൽ കുറെ പേര് UN-ന്റെ ഇതിന് പോയിട്ടുണ്ട്. അപ്പൊ അതും അവരവിടെ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കഴിഞ്ഞ ദിവസം മോക്ക് ഡ്രില്ലൊക്കെ നടത്തുമായിരുന്നു. നമ്മൾ മോക്ക് ഡ്രിൽ ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ നോക്കിക്കോ, ഇപ്പൊ ആദ്യത്തെ മോക്ക് ഡ്രിൽ പ്രഖ്യാപിച്ച് മാറ്റിവെച്ചു, പിന്നെ നടത്തി, പിന്നെ വീണ്ടും അടുത്തത് ഇപ്പം പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക് ആർമി ഇന്ത്യൻ ബോർഡറിൽ തുടരണം. ഞാൻ പറയുന്നതിന്റെ പോയിന്റ് മനസ്സിലായി. പാകിസ്ഥാൻ ആർമി ഇന്ത്യൻ ബോർഡറിൽ തുടരണം. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? ബലൂച്ചുകൾക്ക് അവിടെ ഫ്രീ റൺ കിട്ടും. അതായത് ബലൂച്ച് മേഖലകളിൽ പാക് ആർമിക്ക് അവരെ തടയാൻ പറ്റാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇനഫ് നമ്പർ ഇല്ല, ഇനഫ് ആമിനേഷൻസ് ഇല്ല, ഇനഫ് സപ്പോർട്ട് ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ബലൂച്ചുകൾക്ക് ഞാൻ പറയുന്ന വിൻഡോ, അതായത് എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം, അടുത്ത 2 മാസം 3 മാസം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ വൈൻഡപ്പ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കാൻ യാതൊരു സാധ്യതയില്ല. അത് ഈ ഒരു 3 മാസവും പാക് ആർമീനെ നമ്മൾ ഇന്ത്യൻ ബോർഡറിൽ തളച്ചിടും. അത് തീർച്ചയായിട്ടും തളച്ചിടും. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ഇമ്മീഡിയറ്റ് ആയിട്ട് നിർത്തുകയും നമ്മൾ സീസ് ഫയർ അല്ലെ എല്ലാ എഗ്രി ചെയ്യുകയും നമ്മൾ ഇത് നോർമലൈസ് ചെയ്യുകയും ചെയ്താൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാനിലും പിഷ്തൂണിസ്ഥാൻ അല്ലെങ്കിൽ തെഹ്രിക്കെ താലിബാൻ ആ മേഖലകളിലും സിന്ധിലും ഒക്കെ പാക് ആർമിക്കെതിരെ തിരിച്ചു ചെല്ലുകയും, പാക് ആർമി എന്ന് പറഞ്ഞാൽ അത്ര മോശം ആർമി ഒന്നും അല്ല, നമ്മളോട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെന്ന് മാത്രം. ബലൂച്ച് മേഖലകളിൽ അവര് നരനായായിട്ട് നടക്കും. അപ്പം ഈ സീസ് ഫയർ നടന്ന സമയത്തും ഞാൻ ആകെ എനിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നത് ബലൂച്ചികളെ കുറിച്ചും സിന്ധിനെ കുറിച്ചും സിന്ധ് ആൾക്കാരെ കുറിച്ചുമാണ്. അപ്പൊ അന്ന് എന്നോട് ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് അവര് പാകിസ്ഥാൻകാരല്ലേ, നിങ്ങൾ എന്തിനാ ഈ ബലൂച്ചികളുടെയും ഈ സിന്ധുകാരുടെയും കാര്യം നമ്മളെന്തിനാ നോക്കുന്നത്, നമുക്ക് അതിൽ എന്താ കാര്യമുള്ളതെന്ന് ചോദിച്ചു. അതായത് പാകിസ്ഥാനെ എപ്പോ വേണേലും ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്ന 2 ടൂൾസ് ആണ് ബലൂച്ചികളും സിന്ധിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ തെഹ്രിക്കെ താലിബാന്റെ സപ്പോർട്ടൂടെ ചെയ്യാൻ. അവരെ ഇവര് പൂർണ്ണമായും തീർക്കാതിരിക്കേണ്ടത് ജിയോ പൊളിറ്റിക്കലി ഇന്ത്യയുടെ ആവശ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ വൈൻഡപ്പ് ചെയ്യാതിരിക്കുന്നത്. പിന്നെ ബലൂച്ചുകൾക്ക് ഇറാൻ വഴി പണ്ട് ആയുധം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അഫ്ഗാൻ വഴിയും ഈ തെഹ്രിക്കെ താലിബാനൊക്കെ ആയുധങ്ങൾ എത്തുന്നുണ്ടാവും. ആര് കൊടുത്തു എന്ത് കൊടുത്തു എന്നൊന്നും നമുക്കിപ്പോ പറയാൻ പറ്റില്ല.
അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ചൈന, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ ഒരു പുതിയ റെയിൽവേ പണ്ടേ ഉണ്ട്, പ്രൊപ്പോസൽ റെയിൽവേ ലൈൻ ഉണ്ട്. ചൈന പയ്യെ POK ന്ന് മാറി എന്നാ അവരുടെ വക്കാനിയുടെ നാഴി കൂടെ കയറിയിട്ട് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ പിന്നെ ആയിട്ടുള്ള ഒരു റെയിൽവേ ആ ഒരു ട്രേഡ് റൂട്ടിനെ കുറിച്ച് അവർ ചർച്ച തുടങ്ങി. പോരാത്തതിന് ഈ 2-3 ദിവസത്തിനുള്ളിൽ ബലൂചിസ്ഥാൻ ആർമിയുടെ അവരുടെ ആ ഒരു ഗ്രൂപ്പുമായിട്ട് ചൈനീസ് സ്ഥാനപതി അല്ലെ അവരുടെ പ്രതിനിധി ചർച്ച നടത്തി. അതായത് പണ്ട് പാകിസ്ഥാനുമായിട്ട് നടത്തിയ ചർച്ച ചൈന ഇപ്പൊ ബലൂച്ചിലെ അവരുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ട് നടത്താൻ തുടങ്ങി. അതൊരു പൊളിറ്റിക്കൽ മെസ്സേജാണ്. ഈ ബലൂചിസ്ഥാൻ ഉണ്ടായി എന്നല്ല, അതൊരു ഒരു രാജ്യം ഉണ്ടാവും എന്ന് പറഞ്ഞ ഗ്രാജുവൽ പ്രോസസ്സാണ്. ഈ പാകിസ്ഥാൻ ആർമിക്ക് എതിരെ ബലൂച്ചിന് ഒരു 2 മാസം 2.5 മാസം അവർക്ക് ടൈം ഇന്ത്യ വാങ്ങിച്ചു കൊടുക്കും. ഈ 2.5 മാസം കൊണ്ട് ബലൂചിസ്ഥാൻ ആക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് ആക്കിയെടുക്കാം. ഇന്ത്യ പാക് ബോർഡറിൽ ടെൻഷൻ ഒഴിവായി അവര് തിരിച്ച് ബലൂച്ച് ഏരിയകളിലോട്ട് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവര് മാസ് ആയിട്ട് ഇവരെ കൊന്നൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെ ഇന്ത്യ അനുവദിക്കുന്നില്ല. അതാണ് അവിടെ കാണുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ ഈ അതിപ്പോ ഓപ്പറേഷൻ ബലൂചിസ്ഥാൻ സിന്ദൂര് രൂപീകരിച്ചു കഴിഞ്ഞാലും പാകിസ്ഥാൻ അങ്ങോട്ട് പോയി ബലൂച്ചിലോട്ട് കയറാമല്ലോ പാക് ആർമിക്ക്. അത് ബലൂച്ചിലോ കയറാം, അതൊരു ന്യായമായ ഒരു ചോദ്യമാണ്. അപ്പൊ അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബലൂച്ച് മേഖലകളിലോട്ട് ചൈന എന്ന് പറയുന്ന രാജ്യം അവരെ റെക്കഗ്നൈസ് ചെയ്യുവാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് താങ്കളോട്, ഈ അവിടെയുള്ള പോർട്ടിലോട്ട് നമ്മുടെ അമേരിക്കൻ കപ്പൽപ്പട, അവിടെ ഒരു കപ്പൽപ്പട വന്നായിരുന്നു ആ സമയത്ത് ഹൂതി വിമതരെ തീർക്കാൻ വേണ്ടിയിട്ട്. അവര് ഈ ബലൂച്ച് മേഖലകളിലുള്ള മിനറൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയും പാകിസ്ഥാൻ ആർമിയായിട്ട് ഒരു ഡീൽ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു വാർത്ത ഒരിടയ്ക്ക് വന്നിരുന്നു. കാരണം പാകിസ്ഥാനുമായിട്ടൊരു വന്നിരുന്നു. അതായത് ബലൂച്ച് മേഖലകളിൽ എന്താണുള്ളത്, അവിടെയാണ് ഏറ്റവും കൂടുതൽ മിനറൽസും ഉള്ള ഒരു മേഖലയാണ് ബലൂച്ച് മേഖല. അപ്പം ആ മേഖലകളിൽ ചൈനയ്ക്ക് താല്പര്യമുണ്ട്, നമുക്ക് താല്പര്യമുണ്ട്, ഇറാന് താല്പര്യമുണ്ട്, അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. അപ്പം ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഫോം ചെയ്യാൻ ഇവർക്ക് ഈ സമയം കിട്ടുകയും ഈ അമേരിക്കയും ചൈനയും ഇറാനും ഇന്ത്യയും എല്ലാം ആയിട്ട് ഇവരെ റെക്കഗ്നൈസ് ചെയ്യുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആർമിക്ക് പിന്നെ അങ്ങോട്ട് കടന്നു കയറാൻ വേണ്ടി ഇന്റർനാഷണലി വേറെ ഒരു സ്കോപ്പ് ഇല്ലാത്ത ഒരു ടൈം വരും. അതായത് അമേരിക്ക അംഗീകരിച്ചു, ചൈന അംഗീകരിച്ചു, ഇന്ത്യ അംഗീകരിച്ചു, ഇറാൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരിക്കലും ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ബലൂച്ച് പ്രവിശ്യനെ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യാം, പക്ഷെ റെക്കഗ്നേഷൻ കിട്ടിയ ഒരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ അത്ര പഴയ പോലെ പറ്റില്ല. മാത്രമല്ല ഇന്ത്യ POK ഇപ്പം അതിലൊരു ചോദ്യത്തിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. POKയിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു പലരും പറയുന്നുണ്ട്. അവിടെ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട 50 ലക്ഷത്തോളം ആൾക്കാരുണ്ട്, അതുകൊണ്ട് നമ്മൾ ആ മേഖല പിടിക്കാനൊന്നും നിൽക്കില്ല. അത് തീർച്ചയായും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയാം, POK നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം തന്നെയാണ്. അത് ജിയോ പൊളിറ്റിക്കലി ആ മേഖലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. മിനറൽ വൈസും അല്ലെങ്കിൽ വ്യാപാര ഇടനാഴികളും എല്ലാം ആയിട്ട് ഇന്ത്യയും ചൈനയും ഒക്കെ ആയിട്ട് ഒരു ധാരണയിൽ എത്തുവാണെങ്കിൽ ആ മേഖലയിലുള്ള പ്രശ്നത്തിൽ ഇപ്പം പാകിസ്ഥാൻ ആർമിയുടെ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പലരും പറയും ചൈനയാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ വെപ്പൺ സപ്ലൈ ചെയ്തത്. പക്ഷെ ഈ പറയുന്ന നമ്മുടെ കിരാന ഹിൽസിൽ അടിച്ച് അതിന്റെ അടുത്തുള്ള വിമാനത്താവളം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന അമേരിക്കൻ ആർമിയാണെന്ന് ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ട്. അവിടെ ഗ്രൗണ്ട് ചെയ്തിരുന്ന പഴയതാണെങ്കിൽ F-16s 4 അവിടെ പരിക്ക് പറ്റി, അല്ലെങ്കിൽ അതിന് തകരാറ് പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഓൺ എയറിൽ ഒരു 4 F-16 വിമാനങ്ങൾ വീണിട്ടുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഏകദേശം 8 F-16 വിമാനങ്ങൾ, അമേരിക്കൻ നിർമ്മിതമായ വിമാനങ്ങൾ പാകിസ്ഥാനിൽ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഇടയ്ക്ക് പോയി. ചൈനീസ് വിമാനങ്ങൾ പോയി. അവരുടെ റഡാർ സിസ്റ്റം ഒന്നും വർക്ക് ചെയ്തതേ ഇല്ല. മിസൈൽ ഒരെണ്ണം വരെയും അവർ തടയാൻ പറ്റിയിട്ടില്ല. ഒരു മിസൈൽ വരെ ഇന്റർസെപ്റ്റ് ചെയ്തതായിട്ട് വാർത്തകൾ വന്നിട്ടില്ല. അപ്പം ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, പിന്നെ ഇതിൽ എല്ലാരും പറയുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് നമ്മൾ നിർത്തും എന്ന് പറയുമ്പോൾ അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഒരു യുദ്ധ സാഹചര്യമോ വരുമ്പോ ഈ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സ്പൈ നെറ്റ്വർക്ക് എല്ലാം എക്സ്പോസ് ആവും. അതായത് ഒരു യുദ്ധ സാഹചര്യം വരുമ്പോഴാണല്ലോ നമ്മൾ സ്പൈ നെറ്റ്വർക്കിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പൊ ആ സ്പൈ നെറ്റ്വർക്കിൽ എക്സ്പോസ് ആവും. എക്സ്പോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ നെറ്റ്വർക്ക് പുതിയതായിട്ട് ബിൽഡ് ചെയ്യേണ്ടി വരും. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ വന്നു, നമ്മുടെ സ്പൈ നെറ്റ്വർക്ക് ആക്റ്റീവായി, നമ്മളത് ചെയ്തു. അത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് നമ്മുടെ സ്പൈസോ അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരോ സേഫ് ആയിരിക്കും? ഒരിക്കലും സേഫ് ആയിരിക്കില്ല. അപ്പം ഈ ഒരു ഏതായാലും ഇറങ്ങി പുറപ്പെട്ട സ്ഥിതിക്ക് POK ഒരു 3 മാസത്തിനുള്ളിൽ, ഞാൻ കാണുന്നത് ഒരു ഓഗസ്റ്റ് അവസാനത്തിനുള്ളിൽ
അതിന്റെ ചില മേഖലകളിലെങ്കിലും വിത്ത് ആയുധത്തോടു കൂടിയോ ആയുധമില്ലാതെയോ പിന്നെ നമ്മളത് പിടിക്കും. കാരണം വെച്ചാൽ ഇപ്പം നരേന്ദ്രമോദിയൊക്കെ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യുദ്ധം ചെയ്തോ അല്ലാതെയോ നമ്മൾ പിടിക്കും എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനെന്ന് പറഞ്ഞാൽ ഇപ്പം സിന്ധു നദീജല കരാറ് നമ്മൾ ചിലപ്പം വെള്ളം കൊടുക്കാൻ വേണ്ടി നമ്മുടെ മേഖല വിട്ടു തരണമെന്ന് വേണേൽ പറയാം. അവർ വിട്ടു തരില്ല. ചിലപ്പോൾ യുദ്ധം ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ബലൂചിസ്ഥാൻ അജിത് ഡോവൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബലൂചിസ്ഥാൻ നഷ്ടപ്പെടുമെന്ന് എത്രയോ വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബലൂചിസ്ഥാൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉള്ളത് സിന്ധും ഈ പറയുന്ന പഞ്ചാബും പിന്നെ ഈ തെഹരിക്കെ താലിബാൻ നോട്ടമിട്ടിരിക്കുന്ന ആ പ്രവിശ്യ ഖൈബർ പഷ്തൂൺ പ്രവിശ്യകളും പിന്നെയുള്ള POK ആണ്. അപ്പൊ ആ ഈ അതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ വൈൻഡപ്പ് ചെയ്യാത്തത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കാതെ ഇത് വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. നീ ഒരിക്കൽ കൂടി നമുക്ക് ഈ ഒരു അവസരം കിട്ടില്ല. ഈ അവസരം വിട്ടുകളയാൻ മാത്രം മണ്ടന്മാരൊന്നുമല്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതെന്നാണ് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ പാകിസ്ഥാനെ ബലൂചിസ്ഥാൻ മാത്രം പുറത്തു പോകും, POK നമ്മൾ പിടിക്കും, സിന്ധും പഞ്ചാബുമായിട്ട് നിലനിൽക്കാൻ ഒരുപക്ഷെ അനുവദിച്ചേക്കാം. പിന്നെ വെള്ളത്തേലുള്ള പിടി വരുമ്പോൾ സിന്ധുൽ ഓൾറെഡി വെള്ളത്തിന് വേണ്ടി മന്ത്രിമാരുടെ മന്ദിരങ്ങളൊക്കെ കത്തിക്കുന്ന ഒരു പ്രശ്നത്തിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. പ്രോബബ്ലി പാകിസ്ഥാൻ ഇല്ല എന്ന് തന്നെ നമ്മൾ കണക്കൂടും. നമ്മൾ ഇത് പറയുമ്പോൾ ആൾക്കാർ ഇരുന്നിട്ട് ഒന്ന് രണ്ട് സംഖ്യകൾ അല്ലെങ്കിൽ ഈ എന്താ പറയുക നാഷണലിസം മൂത്ത് ഭ്രാന്തായവര് എന്ത് പറയുന്നു വീരവാദം പറയുന്നു എന്നൊക്കെ പറയാം. പാകിസ്ഥാനെ സംബന്ധിച്ച് വേറൊരു മാർഗം ഇല്ല. കാരണം വെച്ചാല് പാകിസ്ഥാൻ എക്കണോമിക്കലി ഇല്ല. പാകിസ്ഥാനെ അമേരിക്ക തുർക്കി വഴി ആം ചെയ്യും. അതായത് തുർക്കി ചെയ്യുന്ന സഹായങ്ങൾ അമേരിക്കൻ ഫണ്ടഡ് ആണ്. അപ്പോ ഇനിയും ഒരിക്കൽ കൂടി ചൈനീസ് യുദ്ധവിമാനങ്ങൾ അവിടെ വന്ന് അവർ ട്രയൽ എടുക്കാനുള്ള ഒരു സമയം ഇന്ത്യ കൊടുക്കില്ല. തുർക്കി വഴി അമേരിക്കനെ പാകിസ്ഥാനെ സഹായിക്കാനുള്ള അവസരം ഇന്ത്യ കൊടുക്കില്ല. കാരണം അതിനുള്ള ടൈം കൊടുക്കില്ല. ആ ടൈം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പാകിസ്ഥാനെ അവർ റിയാം ചെയ്യും. ചൈനക്കാരും റിയാം ചെയ്യും, അമേരിക്കക്കാരും റിയാം ചെയ്യും. അതിനുള്ള ഒരു അവസരം ഇനി നമ്മൾ കൊടുക്കില്ല. പാകിസ്ഥാൻ ഉണ്ടേലല്ലേ പാകിസ്ഥാനെ നമുക്ക് അവർക്ക് റിയാം ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ചിലപ്പോൾ അവര് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പഞ്ചാബിനെ റിയാം ചെയ്യും. കാരണം പാകിസ്ഥാനിന്റെ പട്ടാളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന പഞ്ചാബ് പ്രവിശ്യകളാണ്. പഞ്ചാബിനെ റിയാം ചെയ്യും, സിന്ധിനെ അവരിങ്ങനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കും. അല്ലാതെ അവർക്ക് വേറെ മാർഗമൊന്നുമില്ല. ഇന്ത്യക്കെതിരെ ഒരു കളിക്കാൻ വെച്ചിരുന്ന വെപ്പണായിരുന്നു. ചൈന മാത്രമല്ല അമേരിക്ക അതിന്റെ പുറകിലുണ്ട്, അതായത് വെസ്റ്റ് അതിന് പുറകിലുണ്ട്. കാരണം ഇന്ത്യക്കെതിരെ കളിക്കാൻ വേറെ ഒരു സാധനം ഇപ്പൊ നിലവിൽ അവരുടെ കയ്യിലില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ബലൂചിസ്ഥാൻ ഏതായാലും ഒരു സ്വതന്ത്രമാകാനുള്ള ഒരു പോക്കിലോട്ടാണ്. അത് സ്വതന്ത്രമാകാതെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ വൈൻഡപ്പ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.